മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. വൈജയന്തി വരുന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ വൈജയന്തി ഇത്രയും ലേറ്റ് ആയത്? അത് 2 സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു, നിനക്ക് എന്നാ സൈറ്റ് വിസിറ്റ് ഉണ്ടോ? പിന്നെ ബാലേന്ദ്രൻ എന്താ വിചാരിച്ചത്, ബാങ്ക് ജോലി അത്ര എളുപ്പമാണെന്നാണോ? നല്ല പാടാണ്. ഇത്രയ്ക്ക് പാടാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ജോലി അങ്ങ് റിസൈൻ ചെയ്താൽ പോരെ? നമുക്ക് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും നിനക്ക് ജോലി ചെയ്തൂടെ? അല്ല, ഞാനിനി ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിക്കണമായിരിക്കും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വേണ്ട, നിന്റെ ആവശ്യത്തിന് നിനക്ക് വിഡ്രോ ചെയ്തെടുക്കാമല്ലോ. നീ ജോലി ചെയ്യുന്ന ശമ്പളം നിനക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. ആ ജ്വല്ലറിയുടെ ഒക്കെ മാനേജറായിട്ട് നിനക്ക് ഇരുന്നൂടെ? അതിൻ്റെ ഒന്നും ആവശ്യമേ എനിക്കില്ല. ഞാൻ കൈതക്കൽ വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മോളാണ്, എനിക്ക് നല്ല അഭിമാനമുണ്ട്. കുഞ്ഞിരാമ മേനോനെ എല്ലാവർക്കും ശമ്പളം കൊടുത്തിട്ടേ ഉള്ളൂ, ആരുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ എന്താണ് ഇത്രയും പണവും സമ്പാദിക്കുക ഉണ്ടായത്? നിങ്ങളൊക്കെ ഞങ്ങളുടെ അടിയന്മാരായിട്ട് തന്നെ നിന്നവരല്ലേ? ഇപ്പോഴല്ലേ ഇത്രയും വസ്തുക്കളും സമ്പാദ്യവും ഒക്കെ ഉണ്ടായത്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ പണ്ടത്തെ അഭിമാനവും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അലീനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശീനെ നല്ല സെറ്റും മുണ്ടുമൊക്കെ ഉടുപ്പിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല വൃത്തിക്ക് ഒരുക്കിയൊക്കെ ഇരുത്തുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി നല്ല സുന്ദരിയാവുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോക്ക് ഇതൊക്കെ ചെയ്യാൻ നന്നായിട്ട് അറിയാമല്ലേ? മുത്തശ്ശി, ഞാൻ സ്നേഹതീരത്ത് ഇത് തന്നെയല്ലേ എല്ലാവർക്കും ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. ആ സമയത്ത് മനുവും ശിവശങ്കരനും എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മനു കമലയോട് ചോദിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോന്ന്. ഏത് കുട്ടി? അത് അമ്മയ്ക്ക് അറിയത്തില്ലേ, മുത്തശ്ശിയെ നോക്കാൻ വന്ന കുട്ടി. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിരിക്കുന്നിടത്ത് വേലക്കാരിയെ പിടിച്ചിരുത്തിക്കൊണ്ട് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലയുടെ മകള് വരുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഈ കഞ്ഞി എടുത്ത് ആ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തേക്കാൻ പറയാം കേട്ടോ. എന്നിട്ട് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, നീയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ ഇവളോട് പറയുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട്? അത് ശിവേട്ടൻ ഇതിനകത്തൊന്നും ഇടപെടണ്ട, ശിവേട്ടൻ പോവുമല്ലേ അടുത്ത ആഴ്ച, ഞാൻ തന്നെയല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടി കൊണ്ട് ചെന്നിട്ട് റൂമിന് വെളിയിൽ നിന്നിട്ട് അലീനെ വിളിക്കുന്നുണ്ട്, എടി ഈ കഞ്ഞി അങ്ങോട്ടേക്ക് മേടിച്ചേ, എനിക്ക് ആ റൂമിനകത്തേക്ക് കയറാനൊന്നും വയ്യ, എനിക്ക് അറപ്പാകും അതിനകത്തോട്ട് കയറും എന്നൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ അലീന പോയിട്ട് കഞ്ഞിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ പറഞ്ഞ കേട്ടോ നീ, അവൾക്ക് അറപ്പാണെന്ന് ഇങ്ങോട്ട് കയറാൻ, ഞാൻ മരിക്കാൻ കിടക്കുവാണെന്ന് അവളൊക്കെ വിചാരിക്കുന്നത്, അവരാരും എന്നെ നോക്കില്ല, വയസ്സായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സങ്കടം പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മുത്തശ്ശി, ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതല്ലേ, മുത്തശ്ശി ഈ കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അലീന അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേ. അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ ആ പാത്രമൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിലേക്ക് വരുമ്പോൾ നമ്മുടെ കമൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആഹാരം വല്ലതും വേണോ? അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണം, ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്, പിന്നെ നിനക്ക് വേണോ വേണ്ടയോ എന്ന് ആദ്യം പറയുക. അത് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറയാം കേട്ടോ. അന്നേരം കമല പറയുന്നുണ്ടെങ്കിൽ, എന്തേ പിന്നെ ആ കഞ്ഞി എടുത്ത് കുടിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പട്ടിക്ക് എടുത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അന്നേരം മനു ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. മനു ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പം എന്ത് വർത്താനം ആ കുട്ടിയെടുത്ത് പറഞ്ഞിട്ട് വന്നത്, കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പട്ടിക്ക് കൊടുക്കണമെന്നല്ലേ? ഈ കഞ്ഞിയും ചമ്മന്തിയാണോ ആ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നത്? എന്നിട്ട് മനു എന്നിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കമൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ചെയ്യുന്നത്? നിൽക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മനു ചോദിക്കുന്നുണ്ട്, ഇത്രയും ആഹാരങ്ങൾ ഇവിടെ നിരത്തിയിരിക്കുന്നില്ലേ, എന്നിട്ട് ആ കുട്ടിക്ക് കഞ്ഞിയാണോ അമ്മ കഴിക്കാനായിട്ട് കൊടുക്കുന്നത്? ഇതൊക്കെ എന്താ, നമ്മളെല്ലാം ഉറങ്ങി കഴിയുമ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പുഴുങ്ങി തിന്നാനാണോ ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതെല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റ് കളയാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അമ്മ വെച്ചിരിക്കുന്നത്? പിന്നെ എന്താ ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ആ കുട്ടിക്ക് കൊടുത്താലെന്ന് പറഞ്ഞിട്ട് കമലുമായിട്ട് ഒരുപാട് വഴക്കിടുന്നുണ്ട്. അപ്പോൾ അലീന വന്നിട്ട് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല കേട്ടോ, എനിക്ക് ആ കഞ്ഞിയും ചമ്മന്തിയും തന്നെ മതി എന്ന് പറയാം. എന്നിട്ട് നമ്മളുടെ മനു ആണെന്നുണ്ടെങ്കിൽ കമലയുടെ അടുത്ത് പറയുന്നുണ്ട്, മനസ്സിലെ ഇത്രയും വിഷം പാടില്ല, ഇത്രയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അത് ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കമലേനെ വഴക്ക് പറഞ്ഞിട്ട് പോവുകയാണ്. കമല ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണോ എന്ന് പറഞ്ഞിട്ട് കമല അലീനയുടെ അടുത്ത് ഒരുപാട് ചൂടാവുന്നുണ്ട്. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാവരുടെയും സ്വഭാവം നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി തന്നെയാണ്. രേവതിക്കുട്ടി എല്ലാവരും കഴിച്ച് പ്ലേറ്റൊക്കെ ഇങ്ങനെ എടുക്കാൻ വരുമ്പോൾ അതിനകത്ത് കുറേ ആഹാരങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആക്കിയ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആലോചിക്കുന്നുണ്ട്, ഇത്രയൊക്കെ എന്തിനാണ് വേസ്റ്റാക്കി കളയുന്നത്, എത്രയോ പേര് ആഹാരം കിട്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഫുഡെല്ലാം എടുത്തിട്ട് നമ്മളുടെ രേവതി തന്നെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഗ്രേസമ്മ വന്നിട്ട് നമ്മളുടെ രേവതിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, നീ എന്താ ഈ കാണിക്കുന്നത്, നീ കട്ട് തിന്നുവാണോ, എല്ലാവരും ഇരുന്ന സമയത്ത് നിനക്കും ആഹാരം തന്നെയല്ലേ, നീയും നല്ലതായിട്ട് കഴിച്ചതല്ലേ, പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ എടുത്ത് കഴിക്കുന്നത്, അത് പിന്നെ ഇത്രയും ആഹാരം എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ കഴിക്കുന്നത്, ഇത്രയും വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കുകയാണ്, എത്രയോ കുഞ്ഞുങ്ങൾ ആഹാരം ഇല്ലാതെ വിശന്നിരിക്കുന്നത്, അന്നേരം നമ്മളിതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ.
അപ്പോൾ മാമച്ചൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം. ഗ്രേസമ്മ പറയുന്നുണ്ട് ഇവള് നമ്മളുടെ എച്ചിൽ കഴിക്കുകയാണ്, അപ്പം കാണുന്നവർ വിചാരിക്കില്ലേ നമ്മൾ ഇവർക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്. അങ്ങനെ രേവതി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.